കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് UDF ഇതിൻ്റെ പ്രചാരണം നടത്തിയത് MV ഗോവിന്ദൻ്റെ പ്രസ്താവനയായിരുന്നു. ഈ RSS ബന്ധം അത് ഏതെങ്കിലും രീതിയിൽ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തി നോക്കിയ ഒരു പരിശ്രമം അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ മറ്റേ പാർട്ടി സെക്രട്ടറി തൻ്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു, വ്യക്തത വരുത്തി. അതിനുശേഷം സാന്ദർഭികമായി മുഖ്യമന്ത്രി ആ ചരിത്ര പശ്ചാത്തലമെല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തത വരുത്തിയിരിക്കുന്നു, കൃത്യത വരുത്തിയിരിക്കുന്നു. അതോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കും പ്രചരണം നടത്തുന്നവർക്കും അവർ നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതൊന്നും വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനം നടത്തുന്നതാണ്, പ്രചരണം നടത്തുകയാണെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. താത്വികമായി എല്ലാ കാര്യത്തെയും ഗ്രഹിച്ച് നന്നായി പറയുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു പറയുകയാണ്, ഞങ്ങൾ 97-ൽ അങ്ങനെ ഒരു ബന്ധം നടത്തിയിട്ടുണ്ട്, 97-ലും 96-ലും ഒക്കെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അങ്ങനെ നടത്തിയ കാര്യങ്ങൾ പറ്റില്ല എന്ന് എന്തിനാണ് ഞങ്ങൾ പറയുന്നത്? അത് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ടെൻഷൻ തോന്നുന്ന കാര്യമാണോ? അല്ല, എനിക്കങ്ങനെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന പ്രകൃതക്കാരനല്ല ഞാൻ. പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രചരണത്തിന് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നില വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നു. കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായി അദ്ദേഹം അത് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായി യാതൊരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളുടെ മുൻപാകെ എല്ലാം വളരെ വ്യക്തമാണ്. യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല. നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല.